ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗൊന്നും അല്ല കേട്ടോ. നമ്മളൊരു നോർമൽ ഡേ എങ്ങനെയായിരിക്കും എന്നില്ലേ കുറച്ച് കാര്യങ്ങളെല്ലാം കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചാൽ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങളും, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു സ്ഥലത്തെല്ലാം പോകുന്നത്. പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. കാരണം സ്കൂളില്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ അങ്ങനെ വേഗം കിച്ചണിലൊന്നും കയറിയാക്കിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടും കടലയാണ്. നമ്മളധികം സ്കൂളില്ലാത്തെല്ലാം ദിവസം ഇപ്പോൾ ആയി നമ്മൾ പുട്ടും കടലയാണ് കേട്ടോ ഉണ്ടാക്കൽ. അത് നല്ല ഈസിയായി എന്താനും വേഗം നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനെല്ലാം. അപ്പോൾ ഇതെല്ലാവരും ഏകദേശം ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിന്ന് പോകണമല്ലോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താണ് ഉണ്ടാക്കുന്നത് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. രാവിലത്തെ ആ ഒരു കടലക്കറി ഉണ്ട്, പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം, പിന്നെ എന്തെങ്കിലും വറവും കാര്യങ്ങളെല്ലാം ആക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളപ്പിൽ പോകുന്നതാണ് കേട്ടോ. വളപ്പ് എന്ന് പറഞ്ഞാൽ പറമ്പ് എന്ന് പറയും, ഫാം ഹൗസ് അങ്ങനെയെല്ലാം പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം വരെ പോകുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറച്ച് പണികളെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം ആക്കൽ കുറച്ച് പണി തന്നെയാണ്. അപ്പോൾ പോകുമ്പോൾ നമുക്കിതെല്ലാം എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം കേട്ടോ നമ്മൾ പ്ലാനിങ്ങിൽ ഉള്ളത്. പക്ഷേ എല്ലാം നടക്കുമെന്നൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. പച്ചമുളക്, കറിവേപ്പില, നമ്മളെ ഈ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് മിക്സിയിലടിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പ്രത്യേകിച്ച് കുറച്ച് നല്ല ഇതെല്ലാം ഇല്ല മീനെല്ലാം ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മസാല എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം. പിന്നെ നമ്മൾ ചോറും ഇന്ന് കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടാ. കാരണം ഇന്നലത്തെ ചോറ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. ചില ദിവസമെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. ചില ദിവസം ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഫുഡെല്ലാം ഉണ്ടാക്കും. അപ്പോൾ കേബേജും ക്യാരറ്റും കൂടി ഒന്ന് വറവാക്കി എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉമ്മ ഇവിടെ ഏകദേശം എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്ത് വെക്കണം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഭയങ്കര സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഉണ്ടാവൽ. ചില ദിവസം ഭയങ്കര ഒപ്പിക്കൽസ് പരിപാടിയായിരിക്കും. അതായത് തലേന്നത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആയിരിക്കും നമ്മൾ അന്നത്തെ ദിവസം കഴിക്കൽ. എല്ലാം ഒപ്പിച്ച് അങ്ങനെയെല്ലാം ആക്കലുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഭയങ്കര സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കൂല. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു എന്തായാലും ഇന്ന് പോയേ പറ്റൂ. കാരണം കുറേ നാളായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ശരിക്കും കുറേ വർഷങ്ങളായിട്ട് അങ്ങോട്ടെല്ലാം പോയിട്ട്, അപ്പോൾ എന്തായാലും ഇന്നൊന്ന് പോയിട്ടെല്ലാം ഒന്ന് നോക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ടൈമും ഏകദേശം ഉച്ച ആകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മളിങ്ങനെയെല്ലാം റെഡിയായി വരുമ്പോഴത്തേക്കും ടൈം അങ്ങനെ പോക്കാന്ന്. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാ ഇതും റെഡിയായി വരുമ്പോഴത്തേക്കും സമയം അങ്ങ് പോകും. പിന്നെ നമ്മൾ വിചാരിക്കും പിന്നെ പോകാമെന്ന്. പക്ഷേ ഇന്ന് എന്തായാലും പോകണം എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കാനെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകുമ്പോൾ ഇന്നെ എല്ലാം റെഡി ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ചെയ്താലും ആ പണിയും കൂടി തീർത്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് പോകാമെന്നാണ് കേട്ടോ. ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂളില്ലാത്ത ദിവസം ഉണ്ടല്ലോ നമ്മൾ പണിയൊന്നും വേഗമൊന്നും തീരുകയേ ചെയ്യില്ല. കാരണം വൈകുന്നേരം വരെ എടുത്താലും പണി തീരൂല കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും സ്കൂളൊന്നും ഇല്ല, നമുക്ക് എവിടെയും പോകണ്ട, നമ്മളെല്ലാം ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമല്ലേ.
അപ്പോൾ പിന്നെ എന്താണ് കുറേ ടൈം വെറുതെ ഇങ്ങനെ വേസ്റ്റായിട്ട് പോലാന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശനി ഞായർ ദിവസം ഉണ്ടല്ലോ, നമുക്ക് എവിടെയും പോകാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കുറേ ടൈം ആ ഒരു ദിവസം വെറുതെ കളഞ്ഞ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ചില ടൈമിലിട്ടാ. ചില ടൈമിന് അങ്ങനെയൊന്നല്ല, എല്ലാം നല്ല രീതിയിൽ ആ ഒരു ദിവസം നല്ല രീതിയിൽ കൊണ്ടുപോകാനെല്ലാം നോക്കലുണ്ട്. പക്ഷേ നമ്മളെ മൈൻഡ് എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ എന്താ പറയുക, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ മൈൻഡ് സെറ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ ചില സമയത്ത് ഭയങ്കര മടിയെല്ലാം വരും കേട്ടോ, നമ്മളിങ്ങനെ എല്ലാ പണികളെല്ലാം ചെയ്യാൻ വേണ്ടിക്ക്. അപ്പോൾ മടിയുള്ള ദിവസം അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം എന്നെപ്പോലെ അങ്ങനെയെല്ലാം ഇല്ലവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ കൊണ്ടുപോകുന്നവരാണെന്നോ അല്ല കമൻ്റ് ആക്കണം. അപ്പോൾ ഇതാ ഞാൻ ആർത്തിയിടൽ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നീട് അലക്കിയാലും തീരാത്തൊരു പുരയാണ് കേട്ടോ നമ്മളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര അലക്കിയാലും എന്താണ് ആർത്തിയിടൽ, അലക്കാനിടൽ, മടക്കി വെക്കൽ ഇത് തന്നെയാണെന്നൊരു ഇതിങ്ങനെ പോലാന്ന് കേട്ടോ ഈ ഒരു പണി. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ പണികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോകാൻ നോക്കലാണ്. അപ്പോൾ ഇത് മോര് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ നെയ്യെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മോരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് കുറച്ച് ബോട്ടിലാക്കി ഇഞ്ചി പച്ചമുളകെല്ലാം ഇട്ട് അടിച്ചിട്ടൊന്ന് എടുത്താലോ എന്ന് ഫസ്റ്റ് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് അവിടെ എത്തി നമുക്ക് ഭയങ്കര ദാഹമെല്ലാം ആകുമ്പം എന്താണ് മോരും വെള്ളം നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കാനെല്ലാം. പക്ഷേ മക്കൾക്കെല്ലാം എന്താണ് എരിവെല്ലാം ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങ് ക്യാൻസലാക്കിയിട്ട് സാധാ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ ബോട്ടിലെല്ലാം ആക്കിയിട്ട് എടുത്തത്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മളെ കുറച്ച് ചാമ്പങ്ങയെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വണ്ടിയിൽ പോകുമ്പോൾ കഴിക്കാനെല്ലാം ഇല്ല രീതിയിൽ പറിച്ചെടുത്തതായിരുന്നു കേട്ടോ. പക്ഷേ വണ്ടിയിലെത്തുമ്പോഴത്തേക്ക് നമ്മളെ ചാമ്പങ്ങയൊന്നും എനിക്ക് പോലും കിട്ടിയിട്ടുണ്ടായിട്ട്, കാരണം ഓൺ ദ സ്പോട്ട് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വണ്ടി കയറുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ചോട്ടാസുകളെല്ലാം ഇത് ഏകദേശം 3/4 ഭാഗത്തോളം തീർത്തിട്ടുണ്ടായിരുന്നു. കാരണം ചാമ്പങ്ങ ഇങ്ങനെ പിടിച്ച് വരുന്നതേ ഇല്ല, എല്ലാം മൂത്ത് സെറ്റായി വരുന്നത്രേ. അപ്പോൾ ഇതാ അതും റെഡിയാക്കി, എല്ലാം റെഡിയായി. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ എല്ലാം റെഡിയായി പോകുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആവും കേട്ടോ. ഒരു സ്ഥലത്ത് പോകാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ മക്കളുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. കാരണം അവരെ റെഡിയാക്കി പിന്നെ നമ്മൾ റെഡിയായി അങ്ങനെ എല്ലാ കാര്യങ്ങളും തീർത്ത് വരുമ്പോഴത്തേക്കും നേരം വിളിക്കും. അങ്ങനെയാണ് കേട്ടോ. നമ്മളെല്ലായിടത്തും പോകാൻ അധികം ഇങ്ങനെ പ്ലാൻ ചെയ്തെല്ലാം വെക്കും, പക്ഷെ എന്ത് നടക്കില്ല. കാരണം ഇതിങ്ങനെ ടൈം അങ്ങനെ പോക്കാന്ന് കേട്ടോ ഇവരെ റെഡിയാക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് മടിയെല്ലാം വരുത്താന്ന്. കാരണം എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പം എനിക്ക് ഒറ്റക്കാണെങ്കിൽ പോകാൻ ഓക്കെയാണ്, പക്ഷെ ഇവരെയും കൂടി കൂട്ടിയിട്ടെല്ലാം പോകുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ടൈം വേണം ഇവരെ റെഡിയാക്കി അങ്ങനെ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വരാനായിട്ട്. അപ്പോൾ ഇതാ ചാമ്പങ്ങ ഏകദേശം കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വണ്ടി കയറുമ്പോഴത്തേക്ക് ഇവർ ഇതെല്ലാം കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പെല്ലാം ഇട്ടിട്ട് ചാമ്പങ്ങ കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളിനി പോക്കാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ വളപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് കുറച്ചധികം തന്നെ പോകാനുണ്ട് കേട്ടോ വളപ്പിലേക്ക്. പക്ഷെ നല്ലൊരു പച്ചപ്പും ഇതെല്ലാം ആയിട്ട് നല്ലൊരു റോഡെല്ലാം കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു റോഡെല്ലാം നല്ലൊരു പാങ്ങാണ്. പിന്നെ ഈ ഒരു ദിവസം നമ്മൾ പോയിട്ടില്ലത് ഞാൻ സ്കൂളില്ലാത്ത ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞായറാഴ്ച എല്ലാവർക്കും ഓഫല്ലേ. അപ്പോൾ അങ്ങനെ വലിയ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല റിലാക്സ് ആയിട്ട് പോകാം കേട്ടോ നമുക്ക്. പിന്നെ ഫുള്ള് ഇങ്ങനെ കാട് പിടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഉൾഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലമില്ലത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു നല്ല തണുപ്പ് ഫീലെല്ലാം ആയിട്ട് നല്ലൊരു പാങ്ങിലൊരു സ്ഥലമാണിത്. ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് നമ്മളെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചത് കേട്ടോ. കാര്യം ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറേ കുരങ്ങുണ്ടായിന് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലെല്ലാം അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല എന്നേ ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുരങ്ങെല്ലാം എപ്പാന്ന് ഇവിടെ കയറി താമസിച്ചെന്ന് പറയാൻ കഴിയില്ല. അപ്പം അതില്ലോണ്ട് തന്നെ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനും ഭയങ്കര പേടി. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറേ ടൈം കഴിഞ്ഞാൽ അവരെങ്ങനെ തുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. പക്ഷെ നമുക്ക് മക്കളെല്ലാം കൂട്ടി താലോട്ടേക്ക് ഇറങ്ങാനും പേടിയാണ്. താലോട്ട് പിന്നെ ഫുള്ളായിട്ട് ഒരിറക്കവും പിന്നെ ഒരു നിരപ്പായിട്ടുള്ള സ്ഥലവും അങ്ങനെയെല്ലാം ഉണ്ട് ഈ ഒരു പ്ലേസ് ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മളെ മക്കൾസിനെ ചെറുത്തല്ലേ അവർ. അപ്പം കുരങ്ങനെല്ലാം കൂടി വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാവും
നമ്മൾ 2 ചോട്ടാസുകളും ഇവിടെ തന്നെ നിന്നിട്ട് അതിന് ഞാനും മോനും കൂടി താലോട്ടെല്ലാം ഒന്ന് ഇറങ്ങി നോക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിന്. പിന്നെ മഴക്കാലത്തെല്ലാം കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ കാട് പിടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇല്ലേ, അങ്ങനെയല്ല, ഒരു 2-3 വർഷം മുന്നേ ഇല്ലേ വ്ളോഗിലെല്ലാം ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായി. മഴക്കാലത്ത് നല്ല തോടും കുളമെല്ലാം ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷേ ആ ഒരു താലോട്ടേക്ക് ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ കുരങ്ങനെയും പേടിയായിരുന്നു, പിന്നെ ഫുള്ള് കാട് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് കേട്ടോ. എന്താ വേണ്ടി കാരണം കുരങ്ങില്ലോണ്ട് തന്നെ പ്രത്യേകിച്ച് ചെറിയൊരു പേടിയും കൂടിയുണ്ട്. കാരണം പറയാൻ കഴിയില്ല നമ്മൾ എപ്പാന്ന് നമ്മളെ മേത്തേക്ക് ചാടിക്കയറുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പേടിയോടെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ, എന്താ വേണ്ടെന്നുള്ള രീതിയിൽ. അങ്ങനെ ഇപ്പം ഇതാ ഫൈനലി നമ്മൾ വലിയ വടിയും കത്തിയെല്ലാം ആയിട്ട് നമ്മളങ്ങനെ താലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ആയിട്ട് ഫുൾ ആ വാഴത്തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനെല്ലാം. തോടും കുളമെല്ലാം ആയിട്ട് നല്ല പാങ്ങിലൊരു സ്ഥലമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങണമെങ്കിലും ഈ ഒരു വലിയൊരു കെട്ടിലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വഴിയൊന്നും നമുക്ക് തിരിയുന്നില്ല, പ്രത്യേകിച്ച് കാടും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ടേക്ക് എങ്ങനെ ഇറങ്ങാനൊരു പ്ലേസ് കാണുന്നുണ്ട്, പക്ഷെ കയറാനുള്ളൊരു ഇത് ഇല്ല. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ തിരിച്ച് നമ്മൾ വീണ്ടും റിട്ടേൺ വരാമെന്ന്. അപ്പോൾ വരുന്ന ടൈമിൽ നല്ല കുന്നാണ് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടായിന്. കാരണം കുറേ നാളായില്ല നമ്മൾ ഇങ്ങനത്തെ ഒന്നും സ്ഥലത്തൊന്നും വരികയോ കയറിയോ ഒന്നും ചെയ്യാത്ത. അതുകൊണ്ട് തന്നെ ഏകദേശം എനിക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പം തന്നെ എനിക്ക് തന്നെ ഇപ്പോൾ ക്ഷീണമാകുന്നു, അത്രയും ടയേർഡായിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു ഫ്ലവർ കണ്ട എൻ്റെ കൈമയിലേ, നമ്മൾ ഈ ഓണത്തിനെല്ലാം പൂക്കളിടുന്ന ടൈമിൽ ഭയങ്കര നൊസ്റ്റു ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇത് മൊത്തം ചീര കൃഷി പോലെയാണ് കേട്ടോ മൊത്തത്തിൽ ആ ഒരു ചീരയെല്ലാം. പക്ഷെ ചില ആൾക്കാരിൽ ഇത് കുക്ക് ചെയ്ത് കഴിക്കുന്ന കാണലുണ്ട് കേട്ടോ ഈ ഒരു ചീര. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീനെക്കുറിച്ച് അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇട്ട് കേട്ടോ. ഈ ചീര ആരെങ്കിലും കഴിക്കലുണ്ടോയെന്ന്. കാരണം നല്ലോണം ചീരയെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചില വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മളെ മുകളിലെ ഏരിയയിലേക്ക് എത്തി കേട്ടോ. ഉമ്മാലുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വാഴയെല്ലാം ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ കാരണം കേട്ടോ. ഇവിടെ നമ്മളെ പണിക്കാർ വിളിച്ചിട്ടുണ്ടായിന് ഇവിടെ വാഴയെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും വന്നാൽ രണ്ട് കാര്യം നമുക്ക് വളപ്പ് കാണുകയും ചെയ്യാം, ഈ കായ്ക്കൊലയെല്ലാം നമുക്ക് കൊത്തിയെടുക്കാമല്ലോ. അപ്പോൾ ഇത് ഒടിഞ്ഞുകൊണ്ട് തന്നെ ഇത് വലിയ ചള്ളാണ് കേട്ടോ. ഇത് ഇപ്പോൾ മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് കൊത്തിയെടുക്കലാന്ന്. പറഞ്ഞാൽ നമ്മൾ ശരിക്കും വരാൻ വൈകിപ്പോയിട്ടാ. കാര്യം ഇതിൻ്റെ ആ ഒരു വാഴക്കൂമ്പെല്ലാം അങ്ങനെ തന്നെ ഒടിഞ്ഞ് ചീഞ്ഞ് പോയിട്ടുണ്ടായിട്ടാ. കാരണം ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ അതെല്ലാം കറിയെല്ലാം ഉണ്ടായി കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നേന്ത്രവാഴേൻ്റെ കൂമ്പെല്ലാം നമ്മളിങ്ങനെ പൈസ എല്ലാം കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. അപ്പം അതെല്ലാം കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇടിയും വേറെയും ഉണ്ട്, പക്ഷെ നമുക്ക് പറിക്കാനില്ല യാതൊരു കൊക്കയും സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും പൊട്ടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും മോശമില്ല, നമ്മൾ വന്നത് സ്ഥിതിക്ക് ഏതായാലും നമുക്ക് ലാഭം തന്നെ. കാരണം കായ്ക്കൊലയെല്ലാം കിട്ടീനല്ല. അപ്പം എല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലതായി ചാക ക്ഷീണം പിടിച്ചിനി. ഇപ്പോൾ കുറച്ച് വെള്ളമെല്ലാം ഒന്ന് കുടിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ വെള്ളം കൊണ്ടുവന്നോണ്ട് തന്നെ നല്ല ഉപകാരമാണ്. പിന്നെ ഇവിടെ അടുത്ത് വീടെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ പോക്കൊന്നുമില്ല. നമ്മൾ തന്നെ മാക്സിമം എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വരുമ്പം കുറേ കുപ്പിയിൽ ബോട്ടിൽ വെള്ളവും കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എല്ലാം കൊണ്ടുവരുത്തുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ വരുമ്പം മക്കൾക്ക് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തോണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പം ഫുൾ എന്നോട് ഇങ്ങനെ വിശക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആകെ എല്ലാവർക്കും വിശന്ന് വലഞ്ഞാകെ ഒരു വകയായിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് വെള്ളമെല്ലാം കുടിക്കുന്ന ടൈമിൽ ഉമ്മയുടെ ഭയങ്കര പണിയാണ് കേട്ടോ. നമ്മൾ വാഴേൻ്റെ കാമ്പ് പറിച്ചെടുക്കലാണ് കേട്ടോ. കാര്യം ഉമ്മ പറഞ്ഞ് ഇതെല്ലാം നല്ല സാധനമാണെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇന്ന് കളയാൻ വിട്ടിട്ടാ. മാക്സിമം ഒരു വാഴേൻ്റെ എല്ലാ ഐറ്റംസും A to Z ഐറ്റംസ് നമുക്ക് ഉപകാരമുള്ളൊരു സാധനം തന്നെയാണല്ലേ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും
നമുക്ക് നല്ലൊരു ഉപകാരമുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാമ്പെല്ലാം ഉമ്മ നല്ലവണ്ണം നല്ല പണിയെടുത്തിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അതെല്ലാം കറി വറുത്തിട്ടെല്ലാം കഴിക്കാൻ. പിന്നെ നമുക്ക് നമ്മളെ ആരോഗ്യത്തിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു വാഴേൻ്റെ കാമ്പ്. അപ്പോൾ ഇതാ നമ്മളതെല്ലാം പറിച്ചെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ വണ്ടി കയറി പോക്കാണ്. അപ്പോൾ അതിനെ മുപ്പട്ടേ വണ്ടിയിൽ സാധനങ്ങളെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഫാത്തിമാക്ക് ചൂടെല്ലാം ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ടായിന് കേട്ടോ. കാരണം പുറത്തുതന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചൂടെടുക്കും. പിന്നെ ചെറിയ ബേബിയല്ലേ, അപ്പം പിന്നെ അത്ര ശരിയല്ലല്ലോ നമ്മൾ പുറത്തുതന്നെ ആക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയിൽ സാധനങ്ങളെല്ലാം വെച്ച് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം വളപ്പിൽ വന്നൊരു കഥ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫലൂദയും അതെല്ലാം വാങ്ങിച്ചിട്ട് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. കുറച്ച് അങ്ങോട്ട്, കാരണം കുറച്ച് പോകാനെല്ലാം ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ടേക്ക്, അപ്പോഴത്തേക്കും നല്ല വിശപ്പെല്ലാം ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഫലൂദ എല്ലാം വാങ്ങി എല്ലാവരും കഴിച്ച് അങ്ങനെ നേരെ നമ്മളെ പുരക്കേക്ക് പോക്കാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ കമൻ്റ് ആക്കുക, പിന്നെ സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല റെസിപ്പീസും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ റെസിപ്പീസും അങ്ങനത്തെ എല്ലാം അല്ലേ കൂടുതൽ ഇഷ്ടം. പിന്നെ ഇത് ഞാനിങ്ങനെ നമുക്കും ഇതെപ്പോഴെങ്കിലും കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വ്ളോഗിലെല്ലാം വരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.